നമസ്കാരം. സാമ്പത്തിക വിദ്യാഭ്യാസം പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലൊന്നും പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. നമ്മളോട് എപ്പോഴും പറയുന്നത് വെച്ചാൽ നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം കിട്ടണം, അത് കഴിഞ്ഞ് ഒരു വീട് വെക്കണം. ഇത് കഴിഞ്ഞ് നമ്മളുണ്ടാക്കുന്ന പണം കൊണ്ട് എങ്ങനെ നമ്മുടെ ഭാവി സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടുപേരുടെ ഒരു കഥ പറയാം. എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ രണ്ടുപേരും ഒരേ സമയത്ത് ഓസ്ട്രേലിയയിൽ വന്ന് ജോലി സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേരും നന്നായിട്ട് പണം സേവ് ചെയ്യാൻ മിടുക്കരായിരുന്നു. ഓവർ ടൈം ചെയ്യും, ഈ വീക്കെൻഡുകൾ ചെയ്യും. രണ്ടുപേരും ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ചെയ്തു. ഏകദേശം $1 ലക്ഷം വെച്ച് രണ്ടുപേരുടെയും കയ്യിൽ സേവിങ്സ് വന്നു. ഒരാൾ $1 ലക്ഷം കൊണ്ടുപോയിട്ട് ഒരു ബ്രാൻഡ് ന്യൂ കാറ് വാങ്ങി. അപ്പം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു നല്ലൊരു കാറ് വാങ്ങണമെന്ന്. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് ന്യൂ കാറുകൾ വാങ്ങിക്കഴിയുമ്പം ആ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയം തന്നെ ആ കാറിൻ്റെ ഒരു വില 10 മുതൽ 20% കുറഞ്ഞു. അതൊരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാണ്. അതേസമയത്ത് രണ്ടാമത്തെ സുഹൃത്ത് ഈ $1 ലക്ഷം കൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങി. $1 ലക്ഷം കൊണ്ട് ഡെപ്പോസിറ്റ് ആക്കി വെച്ചപ്പോൾ പുള്ളിക്ക് $5 ലക്ഷം ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റി. അപ്പോൾ ഈ പ്രോപ്പർട്ടി ആദ്യത്തെ വർഷം തന്നെ നല്ലൊരു വളർച്ചയിലേക്ക് എത്തി. ഏകദേശം 15% വളർന്നു. അപ്പോൾ $5 ലക്ഷം പ്രോപ്പർട്ടി ഒരു 5.5 മുതൽ $6 ലക്ഷം വരെ പ്രൈസിലേക്ക് എത്തി. ഇവിടെ $1 ലക്ഷം കൊണ്ട് കാറ് വാങ്ങിയ ആളും $1 ലക്ഷം ഡെപ്പോസിറ്റ് ആക്കി പ്രോപ്പർട്ടി വാങ്ങിയ ആളും രണ്ടുപേരും രണ്ട് രീതിയിൽ ചിന്താഗതിയുള്ള ആളുകളാണ്. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനുള്ള അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 4 അവർ ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കാറ് വാങ്ങിയ ആൾക്ക് ആ കാറിൻ്റെ ലോൺ എല്ലാ വർഷവും ഉണ്ട്. കാറ് മേടിച്ച വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇതേ പണം കൊണ്ട് തന്നെ പ്രോപ്പർട്ടി വാങ്ങിയ ആൾക്കാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ വില കൂടുന്നു, റെൻറ്റ് ഇൻകം കിട്ടുന്നു. അപ്പോൾ അങ്ങനെ സാമ്പത്തികപരമായിട്ട് ആരാണ് കൃത്യമായിട്ട് തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ സ്മാർട്ടായ തീരുമാനം എടുത്തത് $1 ലക്ഷം കൊണ്ട് നല്ല സ്ഥലത്ത് പോയി പ്രോപ്പർട്ടി വാങ്ങിയ ആളാണ്. കാരണം പ്രോപ്പർട്ടിക്ക് ഒരു ഗ്രോത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊരു ബാങ്കിൻ്റെ കണ്ണിൽ കാറ് വാങ്ങിയ ആൾ ഒരു ബാഡ് അസറ്റ് വാങ്ങിയ ആളും ഈ പ്രോപ്പർട്ടി വാങ്ങിയ ആൾ ഒരു ഗുഡ് അസറ്റ് വാങ്ങിയ ആളുമാണ്. അപ്പം സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ പണക്കാരനാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഗുഡ് അസറ്റുകൾ വാങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ലൈഫിൽ 4 അവർ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്മാർട്ടായിട്ട് നമുക്ക് നല്ല ജോലി കിട്ടി, നല്ല വരുമാനമുണ്ട്. പിന്നീട് നമ്മളെ പൈസ വയസ്സായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റിലേക്ക് നിങ്ങൾക്ക് കുറേ പൈസ കരുതി വയ്ക്കാൻ പറ്റും, ജോലി നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും, ഒരു വർക്ക് ലൈഫ് ബാലൻസിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക. പ്രോപ്പർട്ടിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു.